ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നുവെപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, പലരും തങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയധികം വേദനകളും ബുദ്ധിമുട്ടുകളും മാറാത്ത തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വൈദികരുടെ അടുത്തുനിന്ന് പറയാറുണ്ട്, അച്ഛാ, ഞാൻ ആരെയും എൻ്റെ ജീവിതത്തിൽ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ആർക്കും ഒരു നൊമ്പരവും കൊടുത്തിട്ടില്ല, ആരെയും ഞാൻ ശല്യപ്പെടുത്താറേയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വീട്ടിൽ? ചിലർ അല്പം ഡോസ് കൂട്ടിയിട്ട് വന്ന് പറയും, ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൊച്ച് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല എൻ്റെ അച്ഛാന്ന് പറയും. അപ്പോൾ ഞാനവരോട് ചോദിക്കാറുണ്ട്, ശരിയാണ്, ആരെയും വേദനിപ്പിച്ചിട്ടില്ല, നോവിച്ചിട്ടില്ല. പക്ഷേ ആർക്കെങ്കിലും ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ടോ, ഇടവിടാതെ നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഉത്തരം, അച്ഛാ, അതും ഞങ്ങൾ ചെയ്യാറില്ല എന്നാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ക്രൈസ്തവരുടെ ഒരു തെറ്റിദ്ധാരണ ഇപ്രകാരമാണ്, ആരെയും നോവിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ അങ്ങ് ജീവിച്ചു പോയാൽ നിത്യജീവൻ അവകാശമാക്കാം എന്നുള്ളത്. എന്നാൽ ഈശോ പഠിപ്പിക്കുന്ന തിരുവചനം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, നന്മ ചെയ്യാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധ്യമാവില്ല. നിരന്തരം നന്മ ചെയ്യണം, ഇടവിടാതെ നന്മ ചെയ്യണം. പക്ഷേ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ ആരെയും ടച്ച് ചെയ്യാതെ അങ്ങനെ ജീവിച്ചു പോകും. പക്ഷേ നന്മ ചെയ്യുന്നതിൽ വിമുഖത കാണിക്കുന്നവരാണ് നമ്മളിൽ ചിലരെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് ഉപേക്ഷയുടെ പാപത്തെക്കുറിച്ച് നമ്മൾ ഗാഠമായിട്ട് വിചിന്തനം ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും കുമ്പസാരിക്കുന്നവരാണ്. നമ്മുടെ കുമ്പസാരത്തിൽ വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും വ്യക്തമായിട്ട് ഏറ്റു പറയാറുണ്ട്. പക്ഷേ ഉപേക്ഷ വഴി ചെയ്തു പോയ പാപങ്ങൾ അതെപ്പോഴെങ്കിലും നമ്മൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? നന്മ ചെയ്യാൻ അവസരമൊരുങ്ങിയിട്ടും മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഒത്തിരിയധികം അവസരങ്ങളുണ്ടായിട്ടും അതൊന്നും വേണ്ട എന്ന് വെച്ച് സൗകര്യപൂർവ്വം ഉപേക്ഷയുടെ പാപത്തിൽ നമ്മൾ ജീവിച്ചു പോയ അവസരങ്ങളെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചെടുക്കുകയും അത് കുമ്പസാരക്കൂട്ടിൽ വലിയ വേദനയോടും വലിയ നൊമ്പരത്തോടും ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വചനവിചിന്തനം ഉപേക്ഷയുടെ പാപത്തെക്കുറിച്ചാണ്. ഉപേക്ഷയുടെ പാപത്തെ നിസ്സാരമായി കണ്ട് അതിൽ നിരന്തരം വ്യാപരിക്കുന്ന വ്യക്തി നിത്യജീവൻ നഷ്ടമാക്കി കളയും എന്നുള്ള ഒരു ഗൗരവമേറിയ വാണിംഗാണ് തിരുവചനം നമുക്ക് നൽകുന്നത്. നമുക്ക് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 47-ാം തിരുവചനം ഒന്ന് വായിച്ചു നോക്കാം. വചനം പറയുന്നു, യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. നോക്കുക, വളരെ ഗൗരവമേറിയ വാണിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നന്മ ചെയ്തില്ലെങ്കിൽ യജമാനൻ്റെ ഹിതമനുസരിച്ച്, അതായത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ഞാൻ നന്മ ചെയ്യുന്നതിൽ വിമുഖത കാണിച്ചാൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്താണ് ഈ ഉപേക്ഷയുടെ പാപം?
ഉപേക്ഷയുടെ പാപത്തിന് നമുക്ക് തിരുവചനത്തിൽ നിന്നും എന്തെങ്കിലും നിർവചനങ്ങൾ നൽകുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം. ഇവിടെയാണ് ഉപേക്ഷയുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ പ്രബോധനം നമുക്ക് ലഭിക്കുന്നത്. യാക്കോബ് ശ്ലീഹ പറയുന്ന ഇപ്രകാരമാണ്: ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. നോക്കിക്കേ, വചനം പറയുന്നത് അതെ, ചെയ്യേണ്ട നന്മ അത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടും അത് വേണ്ട എന്ന് വയ്ക്കുകയാണ്. മനഃപൂർവ്വം നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സൗകര്യപൂർവ്വം നമ്മളിതിനെ വേണ്ട എന്ന് വയ്ക്കുന്നു. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും ഞാനും നിങ്ങളുമൊക്കെ ഒരു പക്ഷേ അറിഞ്ഞിട്ടും ചെയ്യാതിരുന്നിട്ട് നമ്മൾ പാപം ചെയ്യാറില്ലേ? ഉപേക്ഷയുടെ പാപത്തെക്കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് അന്ത്യവിധിയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ ആ വേളയിലാണ്. പ്രത്യേകിച്ചും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള നമ്മൾ വായിച്ചു കേട്ട ആ തിരുവചനത്തിൽ, സുവിശേഷ ഭാഗത്തിൽ, അവിടെ ഈശോ 2 ഗണം ആളുകളെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത്. ഒന്ന്, നന്മ ചെയ്യുന്നതിൽ, കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികൾ. അവരെ ഈശോ വിശേഷിപ്പിക്കുന്നത് നീതിമാന്മാരെന്നാണ്. എന്നാൽ തൻ്റെ ഇടതുവശത്തുള്ള ജനം, നന്മ ചെയ്യാതെ കരുണ കാണിക്കാതെ ജീവിച്ച് അവർ അന്ത്യവിധിയിൽ യേശുവിന് മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അവരെ ഇടതുവശം നിർത്തിക്കൊണ്ട് ഈശോ അവരെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ശപിക്കപ്പെട്ടവരെ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 25:41 തിരുവചനത്തിൽ ഈശോ അവരെ വിളിക്കുന്നു: ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നും പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പ്രവേശിക്കുവനെന്ന്. അപ്പോൾ ഈ ശപിക്കപ്പെട്ട വ്യക്തികൾ അവരവരുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എന്താണ്? വിശന്നിട്ട് അവരുടെ പക്കലേക്ക് വ്യക്തികൾ കടന്നു വന്നു, അവർക്ക് ഭക്ഷണം നൽകിയില്ല. ദാഹമുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അവരെ ഗവനിച്ചില്ല. നഗ്നരായിട്ടുള്ളവരെ അവർ ഉടുപ്പിച്ചില്ല. കാരാഗ്രഹവാസികളെ അവർ സന്ദർശിച്ചില്ല. അങ്ങനെ നിരവധി തലത്തിൽ ഉപേക്ഷയുടെ പാപം ചെയ്ത് അവർക്ക് സംഭവിച്ചത് സ്വർഗരാജ്യം അവർക്ക് നഷ്ടമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 25:45 പറയുന്നത്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സ്വർഗത്തിൽ പോകുവാനുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത്, സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മെ അളക്കുവാൻ ഉപയോഗിക്കുന്ന അളവുകോല്. എത്രമാത്രം സ്വാർത്ഥത വെടിഞ്ഞ് ഞാൻ നന്മ ചെയ്യുന്നു, എത്രമാത്രം നിസ്വാർത്ഥനായിട്ട് ഞാൻ മറ്റു വ്യക്തികളുടെ ജീവിതത്തിലേക്ക് സഹായമായി, കരുണയായി, നന്മയായിട്ട് കടന്നു ചെല്ലുന്നു. പക്ഷേ നമ്മളൊക്കെ സൗകര്യപൂർവ്വം ഇതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യുകയും നിരന്തരം ഉപേക്ഷയുടെ പാപത്തിൽ വ്യാപരിക്കുകയും അതൊരിക്കൽ പോലും കുമ്പസാരത്തിൽ ഏറ്റുപറയാതെ പാപത്തിന്മേൽ പാപം ചെയ്ത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഉപേക്ഷയുടെ പാപത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്, ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ നടിക്കുന്ന ഒരു ഭാവമാണ്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ കണ്ടില്ല കേട്ടോ. നിങ്ങൾക്കങ്ങനെ വിഷമമുണ്ടായിരുന്നോ? ഇത് പലപ്പോഴും കാണാഞ്ഞിട്ടോ കേൾക്കാഞ്ഞിട്ടോ അല്ല, പക്ഷെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്കെന്തോ വിമുഖതയാണ്. ഇതിനെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വചനം പറയുന്നു: കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക, കൊലക്കളത്തിലേക്ക് വലിച്ച് ഇഴയ്ക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക. ഞാനിത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ? നമ്മുടെയൊക്കെ മനോഭാവമാണ് പ്രിയമുള്ളവരെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല എന്ന് നമ്മൾ നടിക്കുകയും മറ്റുള്ളവർക്കൊരു വേദന വരുമ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ, നമ്മൾ അയൽപക്ക ബന്ധങ്ങളൊക്കെ അതൊക്കെ ശിഥിലമാവുകയും ചെയ്യുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഉപേക്ഷയുടെ പാപത്തിന് 2 ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെങ്കിൽ പരിണിത ഫലങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? 1, നിത്യജീവൻ നമുക്ക് നഷ്ടമാകുന്നു. 2, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ശിഥിലമാകുന്നു. നിത്യജീവന് പകരം ഉപേക്ഷയുടെ പാപത്തിൽ ഞാൻ സദാ വ്യാപരിച്ചാൽ നിത്യശിക്ഷയായിരിക്കും നമ്മെ കാത്തിരിക്കുകയെന്ന് വചനം പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ നടിക്കുമ്പോൾ നമ്മിൽ നിന്നും നമ്മുടെ സഹചര്, നമ്മുടെ സഹോദരി സഹോദരന്മാർ അകന്ന് മാറുകയുമാണ് ചെയ്യുന്നത്.
ഉപേക്ഷയുടെ പാപത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാൻ നമ്മെ ഏറ്റവും സഹായിക്കുന്നത് ഈശോ അരുളി ചെയ്ത ചില ഉപമകളാണ്. സുവിശേഷത്തിൽ കാണുന്ന 30-ലധികം ഉപമകൾ നമുക്ക് വ്യക്തമായിട്ടറിയാം. അത് പലതവണ കേട്ടിട്ടുണ്ട്, പല വചന സന്ദേശങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് നമ്മൾ ഉപേക്ഷയുടെ പാപത്തെക്കുറിച്ചും കൂടി പരാമർശിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാകാതെ പോകുന്നില്ലേ? നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഈശോ അരുളി ചെയ്ത ഏതാനും ഉപമകൾ പരിശോധിക്കുകയും ഉപേക്ഷയുടെ പാപത്തെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകൾ ക്രിസ്തു നൽകുന്നത് അതിൽ നിന്നും കണ്ടെത്തുകയും ചെയ്യാം. ഏറ്റവും ആദ്യമായി ലൂക്കാ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള തിരുവചനത്തിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ് നമ്മൾ എടുക്കുക. ധനവാന്റെയും ലാസറിൻ്റെയും കഥ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ധനവാൻ നരകത്തിൽ പോയി പതിക്കുന്നു, അവിടെ പീഡനമേൽക്കുന്നു. എന്നാൽ ലാസറാകട്ടെ സ്വർഗത്തിലേക്ക് അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഏത് പാപം ചെയ്തത് മൂലമാണ് ധനവാൻ നരകത്തിലെത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? വിചാരം കൊണ്ട് ധനവാൻ ലാസറിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. വാക്കുകൾ കൊണ്ട് ധനവാൻ ലാസറിനെ ആക്ഷേപിക്കുകയോ മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ലേ ഇല്ല. പ്രവൃത്തി കൊണ്ട് ധനവാൻ പോയിട്ട് തൻ്റെ പടിവാതിക്കൽ കിടക്കുന്ന ലാസറിനെ മർദ്ദിക്കുകയോ അടിച്ചോടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ ലാസറിനെ ഉപദ്രവിക്കാത്ത ഈ ധനവാൻ എങ്ങനെയാണ് നരകത്തിൽ ചെന്ന് പറ്റിയത്? ഉത്തരം ഒന്നേ ഉള്ളൂ: ഉപേക്ഷയുടെ പാപം. വചനം പറയുന്നത് പോലെ ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും ധനവാൻ അതിനെ ഒഴിവാക്കുന്നു, നന്മ ചെയ്യുന്നില്ല. ലാസറിന് വിശന്നു, പക്ഷേ ധനവാൻ അവന് ഭക്ഷണം കൊടുത്തില്ല. ലാസറിന് ദാഹിച്ചു, പക്ഷേ ധനവാൻ അവന് പാനീയം കൊടുത്തില്ല കുടിക്കുവാനായിട്ട്. ലാസർ നഗ്നനായിരുന്നു, പക്ഷേ ധനവാൻ അവനെ ഉടുപ്പിച്ചില്ല. ഇതൊക്കെ കൊണ്ട് എന്തു ചെയ്യുന്നു? അന്ത്യവിധി നാളിൽ ഒരുപക്ഷെ ദൈവം ധനവാനോട് പറയുന്നു, പോവുക, നരകത്തിൽ പോവുക. കാരണം ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതെ, ദാഹിക്കുന്നവന് പാനീയം കൊടുക്കാതെ, നഗ്നനെ ഉടുപ്പിക്കാതെ നീ ജീവിച്ചതുകൊണ്ട് പോവുക, നരകത്തിലേക്ക് പോവുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചില വ്യക്തികൾ കടന്നു വരാറുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക്. ചിലപ്പോൾ യാചകരുടെ രൂപത്തിൽ, ചിലപ്പോൾ രോഗികളുടെ രൂപത്തിൽ, ചിലപ്പോൾ അപരിചിതരായ ഭിക്ഷാടകരുടെ രൂപത്തിലൊക്കെ കടന്നു വരാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ഞങ്ങളുടെയൊക്കെ ആശ്രമങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെ ഇങ്ങനെ ചില ആശുപത്രികളിൽ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ചില രോഗികൾ കടന്നു വരാറുണ്ട്. വളരെ ദൂര ദിക്കുകളിൽ നിന്നൊക്കെയാണ് അവർ കടന്നു വരുന്നത്. തങ്ങൾ രോഗികളാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ആശുപത്രിയിലാണ്, സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞ്. ഇത്തരത്തിൽ കടന്നു വരുന്ന വ്യക്തികളോട് ഉള്ള നമ്മുടെ മനോഭാവം എന്താണ്? പലപ്പോഴും നമ്മളവരെ കുറ്റപ്പെടുത്താറില്ലേ? അവർ കള്ളന്മാരാണ്, നമ്മളവരെ മുദ്ര കുത്താറില്ലേ? അവർക്ക് ഇഷ്ടംപോലെ ആസ്തിയുണ്ട്, ഇതൊക്കെ മോഷ്ടിക്കുവാനുള്ള പുതിയ പുതിയ അടവുകളാണ് എന്ന് പറഞ്ഞ് നമ്മളവരെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറില്ലേ? അവരെ കുറ്റപ്പെടുത്തുവാൻ നമ്മൾ ആരാണ് പ്രിയ സഹോദരങ്ങളെ? അവരെ സഹായിച്ചില്ല, വേണ്ട. പക്ഷേ അവർക്കെതിരെ ഉപേക്ഷയുടെ പാപത്തിന് മേൽ മറ്റു പാപങ്ങൾ കൂടി നമ്മൾ അവരുടെ മേൽ ചെയ്യുകയാണ്, അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അവരെ പരിഹസിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ അപരിചിതരുടെ രൂപത്തിൽ ധനവാന്റെ ജീവിതത്തിൽ ഇങ്ങനെ ലാസർ കടന്നു വന്നുവോ, അപരിചിതരുടെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കും ചിലപ്പോൾ ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ ഓർക്കണം, നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും നമ്മൾ പാഴാക്കരുത്. നന്മ ചെയ്യാൻ കിട്ടുന്ന അവരുടെ കയ്യിൽ സമ്പത്തുണ്ടായിക്കൊള്ളട്ടെ, പണമുണ്ടായിക്കൊള്ളട്ടെ. പക്ഷേ ഇപ്പോൾ എൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഒരു യാചകനാണ്, ഇപ്പോൾ എൻ്റെ മുൻപിലായിരിക്കുന്നത് ഒരു രോഗിയാണ്. ആ വ്യക്തി എൻ്റെ സഹായം അർഹിക്കുന്നു, ആ വ്യക്തി എൻ്റെ കരുണ അർഹിക്കുന്നു. അപ്പോൾ നന്മ പ്രവർത്തിക്കുന്നതിലൂടെ, കാരുണ്യം പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് വളരെ അനായാസം സ്വർഗരാജ്യത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് ഉപേക്ഷയുടെ പാപത്തെക്കുറിച്ചാണ്. മറക്കരുത്, ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ നന്മ പ്രവർത്തിക്കുക. ധനവാന് പറ്റിയ അബദ്ധം ഇനി നമുക്കും പറ്റാതിരിക്കട്ടെ. ഉപേക്ഷയുടെ പാപത്തെക്കുറിച്ച് ഈശോ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന മറ്റൊരു മനോഹരമായ ഉപമയാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്ന നല്ല സമറായൻ്റെ ആ ഉപമ. നല്ല സമറായനെ നമ്മൾ വാനോളം പുകഴ്ത്താറുണ്ടല്ലേ? ഇത്ര നല്ല മനുഷ്യൻ. പ്രഹരമേറ്റ് വഴിയിൽ കിടക്കുന്ന യഹൂദനോട് നമുക്ക് അനുകമ്പയും തോന്നാറുണ്ട്. പക്ഷേ ഇതിന് രണ്ടും ഇടയിലൂടെ കടന്നു പോകുന്ന രണ്ട് വിരുദ്ധന്മാരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലേവായനും പുരോഹിതനും.
അവർ ദേവാലയം, പള്ളി ദേവാലയം ഇത്തരം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ചർച്ച ചെയ്ത് പോകുന്ന വ്യക്തികളാണ്. അവർ ദേവാലയത്തിൽ പോവുകയോ വരികയോ ഒക്കെ ചെയ്യുന്നവരാണ്. അവർ ചെയ്യുന്നത്, അവർ ദേവാലയ വിശുദ്ധി അല്ലെങ്കിൽ ഒരു പുരോഹിതന് ഇണങ്ങുന്ന വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ മാത്രമാണ് പ്രാധാന്യം കൊടുത്തത്. ഉദാഹരണത്തിന് ഇവിടെ പുരോഹിതൻ എന്താണ് ചെയ്തതെന്നറിയാമോ? ലേവ്യരുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന പുരോഹിതരുടെ വിശുദ്ധി, അതായത് സ്വന്തം കുടുംബത്തിലെ അല്ലാത്ത ഒരു മൃതദേഹം, സ്വന്തം ബന്ധുമിത്രാദികളിൽ പെടാത്ത ഒരു വ്യക്തിയുടെ മൃതദേഹത്തെ സ്പർശിക്കരുത് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ കിടക്കുന്നത് ഒരുപക്ഷെ ഒരു മൃതശരീരമായിരിക്കാം. അയാളെ സ്പർശിച്ചിട്ട് എനിക്ക് ദേവാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ബോധ്യം അയാൾക്കുണ്ടായിരുന്നു, പുരോഹിതന്. അതുകൊണ്ട് പുരോഹിതൻ ചെയ്യുന്നത് ദേവാലയം, പള്ളി അതിനുവേണ്ടി മാത്രം തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്യാൻ സാധിക്കുമായിരുന്ന ഒരു നന്മ സൗകര്യപൂർവ്വം വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാം ദേവാലയത്തിൽ പോകുന്നവരാണ്. പള്ളിയുമൊക്കെയായിട്ട് ഒത്തിരി ചേർന്ന് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരായിരിക്കും നമ്മൾ. ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇടവക ദേവാലയങ്ങളിൽ വികാരിയച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ. ഇടവക ദേവാലയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ആത്മാർത്ഥതയാണ്. പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ ശുശ്രൂഷകൾക്കും മുൻപന്തിയിൽ കാണും. പക്ഷേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ മാത്രം അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അങ്ങനെ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഇടവകയിൽ എല്ലാ കാര്യത്തിനും അവരെ നമ്മൾ പള്ളി ഭക്തരെന്നാണ് വിളിക്കുന്നത്. പള്ളിയിലെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇടവക പരിധിയിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു രോഗമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഇടവകയിൽ ഒരിടത്ത് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊന്നും പോവുകയില്ല. ബാക്കി ഇടവകയിലെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ചില വ്യക്തികൾ. ഇവിടെ സംഭവിക്കുന്നത് ഉപേക്ഷയുടെ പാപമാണ്. ദേവാലയത്തിൽ പോകണം, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കണം, ഇടവക ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും പങ്കാളിയാവണം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരെ, കരുണ അർഹിക്കുന്നവരെ, രോഗികളെ ഒക്കെ സഹായിക്കുവാനായിട്ടും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള സത്യം കൂടി നമ്മൾ മറക്കരുത്. അപ്പോൾ നല്ല സമറായൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നന്മ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഒരു മുന്നറിയിപ്പാണ്. ഇനിയുള്ളത് 10 കന്യകമാരുടെ ഉപമയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, 5 പേർ അതിൽ വിവേകശൂന്യരായിരുന്നു. അവർക്ക് സംഭവിച്ചതും ഒരുതരം ഉപേക്ഷയുടെ പാപമായി. എല്ലാം വളരെ ഭൗതികമായ രീതിയിൽ മാത്രം ചിന്തിക്കുന്ന 5 കന്യകമാരായിരുന്നു അവർ. അവർ നമുക്ക് നൽകുന്നതും ഒരു വലിയൊരു ശക്തമായ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും, രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, കടബാധ്യതയായിക്കൊള്ളട്ടെ, നമ്മളെല്ലാം ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് മാത്രം പരിഹരിക്കുവാൻ നമ്മൾ ശ്രമിക്കും. രോഗമുണ്ടായാൽ മരുന്ന് മാത്രം, അല്ലെങ്കിൽ കടം കൊടുക്കുക. പക്ഷേ ക്രിസ്തുവിനെ ചേർത്ത് നിർത്തി മരുന്ന് കഴിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമ്മൾ ഒരിക്കലും പരിശ്രമിക്കാറില്ല. ആ 5 കന്യകമാർക്ക് സംഭവിച്ചതും വിവേകശൂന്യത. എന്താണ് അവരുടെ വിവേകശൂന്യത? മണവാളനെ ചേർത്ത് നിർത്തേണ്ടതിന് പകരം ഭൗതികമായിട്ട് ചിന്തിക്കുന്നു. അവർ അന്ധകാരത്തിലേക്ക് ഇറങ്ങി ഓടുകയും ചെയ്യുന്നു. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുക്കക്കുറവ്. മണവാളനായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് അവർക്ക് എന്തെന്നില്ലാത്ത ഒരുക്കക്കുറവുണ്ടായിരുന്നു. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്കും ചിലപ്പോൾ സംഭവിക്കാറുണ്ട് ഒരുക്കക്കുറവ്. ബാഹ്യമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള സകല വിധത്തിലുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തും. വീട്ടിലൊരു മാമോദീസ ആയിക്കൊള്ളട്ടെ, ആദ്യ കുർബാനയായിക്കൊള്ളട്ടെ, വിവാഹ ചടങ്ങായിക്കൊള്ളട്ടെ, കൂദാശയായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ നമ്മൾ പുറംമോടി കാണിക്കുവാനായിട്ട് വളരെ മിടുക്കരാണ്. പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഒരുക്കം, നമ്മുടെ ഭവനത്തിൽ ഒരു കുഞ്ഞിൻ്റെ മാമോദീസ ഉണ്ടെങ്കിൽ ആ ശിശുവിൻ്റെ മാതാപിതാക്കൾ എത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ദേവാലയത്തിലേക്ക് പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഏറ്റവും രസകരമായ കാര്യം വിവാഹത്തിനുള്ള ഒരുക്കങ്ങളാണ്. വിവാഹത്തിന് പണ്ടൊന്നും ഒരിക്കലും കാണാത്ത രീതിയിലുള്ള സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ് നടക്കാറുണ്ട്, പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ട്. വലിയ ബാൻഡ് സെറ്റും കുട്ടും കുരവയും ഒക്കെ ആയിട്ട് വലിയ ആഘോഷം, ബാഹ്യമായ ആഘോഷങ്ങളൊക്കെയും നമ്മൾ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തി നടത്താറുണ്ട്. പക്ഷേ എത്രമാത്രം ആത്മീയമായിട്ട് ഒരുങ്ങിയിട്ടാണ് ഈ വരനും വധുവും വിവാഹമെന്ന അത്രയും പവിത്രമായ കൂദാശയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്തിടയ്ക്ക് ഒരു വികാരിയച്ഛൻ വളരെ വ്യസനത്തോടുകൂടി എന്നോട് പറയുക, അച്ഛാ, ഇന്ന് ഇടവകയിൽ വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്നതിനുള്ള സെമിനാറുണ്ട്, അല്ലേ? രൂപതാ തലത്തിലുള്ള വിവാഹ ഒരുക്ക സെമിനാറുകളുണ്ട്, അതിനുവേണ്ടിയുള്ള ധ്യാനങ്ങളുണ്ട്.
അതിലൊന്നും പോകുവാനായിട്ട് വധുവിനും വരനും അവരുടെ മാതാപിതാക്കൾക്കും താല്പര്യമില്ല അവരെ അയക്കുവാനായിട്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ ചിട്ടയോടുകൂടി നടത്തും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ കൂദാശകളൊക്കെ സ്വീകരിക്കുന്നതിന് മുൻപ് ആവശ്യമായിട്ടുള്ള ഈ ആധ്യാത്മികമായ ഒരുക്കം ഇല്ലെങ്കിൽ നമ്മളും വിവേകശൂന്യരായ കന്യകകളെ പോലെ ഉപേക്ഷയുടെ പാപത്തിലേക്കാണ് ചെന്ന് പതിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവം വേണ്ട, ക്രിസ്തു വേണ്ട, പരിശുദ്ധാത്മാവ് വേണ്ട, കുറേ ഫോട്ടോഷൂട്ടും കുറേ മേക്കപ്പും ഒക്കെ ആയിട്ട് അതാണ് കൂദാശ എന്നാണ് ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത. അല്ല, ഇത്തരം ചിന്തകളിൽ നിന്നും ഇത്തരം ഉപേക്ഷയുടെ പാപങ്ങളിൽ നിന്നും നമ്മൾ മാറി ചിന്തിക്കുകയും ക്രിസ്തുവിനോട് ചേർന്ന് വലിയ ഒരുക്കത്തോടു കൂടി തന്നെ നമ്മൾ കൂദാശകൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നാലാമത് നമ്മൾ വിചിന്തനത്തിലെടുക്കുന്ന ഒരു ഉപമയെന്ന് പറയുന്നത് താലന്തുകളുടെ ഉപമയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ കാണുന്ന താലന്തുകളുടെ ഉപമ. ഇവിടെ ഒരു താലന്തുള്ള വ്യക്തി അയാളും ചെയ്യുന്നത് ഉപേക്ഷയുടെ പാപമാണ്. ഈ താലന്തിനെ ദൈവം അവന് സൗജന്യമായിട്ട് നൽകി, അവൻ്റെ യജമാനൻ നൽകിയ താലന്തിനെ ദൈവകൃപയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ചെയ്യുന്നത് ദൈവകൃപയെ കുഴിച്ചു മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവകൃപ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം അല്ലേ? ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന് സ്തോത്രം ചൊല്ലാം, നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്യാം, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാം. അങ്ങനെ കൃപയാൽ നിറയുന്ന ഒരു വ്യക്തി ഒരു നല്ല മിഷണറി ആയിരിക്കും. ദൈവത്തെ ആരാധിക്കും, ഒപ്പം സഹോദരങ്ങൾക്ക് നന്മ ചെയ്യും. പക്ഷേ അത് കുഴിച്ചു മൂടിയിട്ട് കഴിഞ്ഞാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, അവിടെയും നമ്മൾ ഉപേക്ഷയുടെ പാപമാണ് ചെയ്തു കൂട്ടുന്നത്. ഇനി അവസാനമായിട്ട് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നത് മാതാപിതാക്കളോട്, പ്രത്യേകിച്ചും അപ്പനോട്, അമ്മയോടുള്ള ദൗത്യം ഉത്തരവാദിത്വം ചെയ്യാതെ എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ധൂർത്തപുത്രനെയാണ്. ഇന്ന് നമ്മൾ ചില ഭവനങ്ങളിൽ കാണുന്നത് ചില മക്കൾ സൗകര്യപൂർവ്വം ഉപേക്ഷയുടെ പാപത്തിലാണ്. വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഏറ്റവും മിനിമമായിട്ടുള്ള, ഏറ്റവും കുറഞ്ഞ പരിഗണന മാത്രം അവർ കൊടുക്കുന്നത്. എനിക്ക് പല കുടുംബങ്ങളിലും എനിക്കറിയാം, മക്കൾ വൃദ്ധ മാതാപിതാക്കളോട് സംസാരിക്കാറേ ഇല്ല. ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഇല്ല, അവർക്ക് നൽകുന്നത് എന്താണെന്നറിയാമോ? ഏറ്റവും പരിമിതമായ സൗകര്യങ്ങൾ മാത്രം ഒരുക്കി കൊടുക്കുന്നു. അത്യാവശ്യത്തിന് മരുന്ന്, കിടക്കാനൊരിടം, അത്യാവശ്യത്തിന് ഭക്ഷണം. എന്നാൽ ഈ പാവം അപ്പച്ചനും അമ്മച്ചിയുടെയും കൂടെ പോയിരുന്ന് അവരോട് സ്നേഹസംഭാഷണം നടത്തുവാനും അവർക്കൊരു കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുക്കുവാനും ഇന്ന് പലപ്പോഴും മക്കളായി നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. നമ്മളൊക്കെ തിരക്കിലാണ്, ഒത്തിരി തിരക്കിലാണ്. ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നൊരു പാപമാണ് എന്ത്? ഉപേക്ഷയുടെ പാപം. പ്രത്യേകിച്ചും നമ്മുടെ മാതാപിതാക്കളോട് ഉള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമുക്കുണ്ടാകുന്ന കുറവുകൾ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ കേട്ട തിരുവചനങ്ങളൊക്കെയും ഈ കേട്ട ഉപമകളൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ സംഗ്രഹിക്കാം. ഇനിമേൽ ഉപേക്ഷയുടെ പാപം ചെയ്യാതിരിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഉപേക്ഷയുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ എന്ന ചിന്തയോടുകൂടി എപ്പോഴും നമുക്കായിരിക്കുകയും ചെയ്യാം. ദൈവവിശ്വാസത്തിൽ വളരുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമുക്കെപ്പോൾ സാധിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.